മിക്കുവാനേ മിക്കി മിക്കിക്കൊരബദ്ധം പറ്റി. നിങ്ങളോടതൊന്ന് പങ്കുവയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ ഒരു തള്ളപ്പൂച്ച കൊണ്ടുവന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഇവൻ ഒരു 2 ദിവസം കൊണ്ട് മണം പിടിച്ച് നടന്ന് എന്തായാലും നമ്മുടെ ആ ഔട്ട് ഹൗസിലൊരു ചെമ്പിനകത്ത് അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇവൻ എന്തിനാ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നതെന്ന്. എന്തായാലും ആ മുറിക്കകത്ത് കയറി അവൻ ആ ചെമ്പിനകത്ത് ഇറങ്ങി ആ പൂച്ചക്കുഞ്ഞിനെ കടിച്ച് ഒരിത്തിരി നല്ലൊരു പരുവായ കുഞ്ഞാണ്. അതിനെ ആ ചെമ്പേൽ ഒറ്റടി കൊടുത്ത് അതോടെ പൂച്ച അങ്ങ് ചത്തുപോയി. അയ്യോ, അത് കഴിഞ്ഞപ്പം പിന്നെ അവനും അങ്ങ് വയലൻ്റായിപ്പോയി. കാര്യം അടുത്ത കുഞ്ഞും ഉണ്ടല്ലോ, അതിനെ കിട്ടിയില്ല. ഞങ്ങൾ പോയി അതിനെ എല്ലാം പിടിച്ച് മാറ്റി എടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം കാലിന് വേദനയാണ്. പൂച്ചയെ അങ്ങോട്ട് കടിച്ചാലും നമുക്കൊരു സമാധാനമില്ല. പിന്നെ ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും പറഞ്ഞു നമുക്കങ്ങ് കുത്തി വെച്ചേക്കാമെന്ന്. അങ്ങനെ കുത്തിവെച്ചു. ഇപ്പോൾ അവിടെ കാലിന് ഇത്തിരി വേദനയാണ്. അപ്പോൾ തൊടുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്. വാ ഒന്ന് ചോദിച്ചേ. അവന് മിക്കുമാനൊന്ന് പറഞ്ഞു കേട്ടോ, വാലൊക്കെ ആട്ടുന്നുണ്ട്. ഒന്നും കഴിച്ചില്ല. മീനങ്ങ് കഴിച്ചു. ചപ്പാത്തിയും ചോറും ഒക്കെ അതിനകത്തിരിക്കുക. മക്കളെ ഒന്നുമൊന്ന് പറഞ്ഞ് ഞാനിങ്ങനൊരു പൂച്ചയെ ഇങ്ങനെയൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞ പാവം പൂച്ച. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്ക് അതിനെ രക്ഷിക്കാൻ പറ്റിയതേയില്ല. ആ പൂച്ചയെ പിടിക്കുന്ന സമയത്ത് എല്ലാം 1 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞ്. ഞാൻ പിടിച്ചാൽ എന്നെ ഇവൻ കടിക്കും. എന്തായാലും ഒറ്റ നിമിഷം കൊണ്ട് അതിനെ റെഡിയാക്കി കളഞ്ഞ്. പിന്നെ തള്ളപ്പൂച്ച മറ്റേ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോയി. മോനെ ഇങ്ങോട്ട് നോക്കിക്കേ. അവേ ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്ന് പറ, എന്നോടൊന്ന് പറ. ഞാനിങ്ങനെ ഇങ്ങനെ പൂച്ചയെ പിടിച്ചാലെന്നൊക്കെ പറ. ഇവൻ പൂച്ചയെ പിടിച്ചിട്ട് ഇതിനകത്ത് വന്നേ ഇതാ ഇവിടെ മുഴുവനും രക്തമൊക്കെ ആക്കി ഈ കൂടിനകത്ത് ഞങ്ങൾ പിടിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കങ്ങ് ദേഷ്യം, ഇപ്പോഴും ആ ഒരു ദേഷ്യമാണ്. അപ്പോൾ ആ മറ്റേ പൂച്ചക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു വിചാരമാണ്. ഇപ്പോഴും ഇങ്ങനെ മണം പിടിച്ച് നടക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പോഴും ആ ദേഷ്യമാണ്. കണ്ടോ, ഇപ്പോഴും അവനങ്ങോട്ട് നടങ്ങുന്നില്ല. മോനെ ആ ദേഷ്യമാണോ? കണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കേ കണ്ടോ. അപ്പോൾ പൂച്ച അങ്ങോട്ട് പോയി കടിച്ചപ്പോഴും ഞങ്ങൾ പോയി ഇഞ്ചക്ഷൻ എടുത്തു. ഡോക്ടർ അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സമാധാനമാകും. 4 എണ്ണം ഇല്ലയോ, 4 ഇഞ്ചക്ഷനോളം ഉണ്ട്. മോനെ കഴിച്ച് എല്ലാവരും പറ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വേല കാണിച്ചെന്ന് പറ കേട്ടോ. മക്കൾ കഴിക്കും.